കുസൃതി 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 കുട്ടി. മുത്തശ്ശിയും എന്തുമാത്രം കഥകളാ പറഞ്ഞു തരാറുള്ളത്. അവർ പാടുന്ന പാട്ടിന്റെ ഈണത്തിനൊത്ത് പാടാൻ എന്ത് രസമാ. അതിൽ നന്മ നിറഞ്ഞ എന്തെല്ലാം ഗുണപാഠങ്ങളാ ഉള്ളത്. കുസൃതി 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 കുട്ടി. കഥകളുടെയും പാട്ടുകളുടെയും ലോകത്തേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതാ ഞാൻ. കൂടെ എന്റെ ഈ പുന്നാരവാവ ചിക്കുവുമുണ്ട്. ഞങ്ങൾ രണ്ടുപേർ മാത്രമല്ല കൂട്ടരെ, ദേ അങ്ങോട്ട് നോക്കൂ. ആ കാണുന്നവരെല്ലാം നമ്മുടെ ചങ്ങാതിമാരാ. ഇനി ഞാനൊരു കഥ പറയാം. പറഞ്ഞോളൂ ജില്ല. പണ്ട് ഒരിടത്തൊരു വേട്ടക്കാരനുണ്ടായിരുന്നു. ഒരു ദിവസം അവൻ അത്താഴമൊക്കെ കഴിച്ച് വെറുതെ ഇങ്ങനെ ഉലാത്തുകയായിരുന്നു. അപ്പോ അതാ മുറ്റത്തെ മരക്കൊമ്പിൽ നിന്നും മനോഹരമായ ഒരു പാട്ട് കേട്ടു. അതൊരു രാപ്പാടിയായിരുന്നു. ഏയ്, അത് പറ്റില്ല, ഇതിനുള്ളിലിരുന്ന് തന്നെ പാടണം. ഇല്ല, ഞാൻ പാടുകയില്ല. കുസൃതി 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 കുട്ടി. അയ്യോ മിന്നി, നീ എന്തിനാ വിഷമിച്ചിരിക്കുന്നേ? ഇങ്ങനെ അറിഞ്ഞില്ലേ? എന്നാന്നറിയാത്തതിന് ടീച്ചർ അവളെ വഴക്ക് പറഞ്ഞു. ചേച്ചി, ദേ നോക്കൂ, നല്ല രസമുണ്ട് കാണാൻ. ചിക്കു, അതൊരു തുമ്പിയാ. തുമ്പിയോ? അതെന്താണ്? എന്നാൽ തുമ്പിയെ പറ്റി ഒരു പാട്ട് കേട്ടോളൂ.
എങ്ങോട്ടാ കുഞ്ഞി? കുറച്ചപ്പുറത്ത് ഒരു ആൽമരമുണ്ട്, അങ്ങോട്ടാ. കിങ്ങിണി, എനിക്കൊരു സംശയമുണ്ട്, ചോദിക്കട്ടെ? അതിനെന്താ ജില്ല, ചോദിച്ചോളൂ. സംശയം ചോദിക്കുന്നത് നല്ലതല്ലേ? നല്ല കുട്ടികളായാൽ സംശയം ചോദിക്കണം, മടിക്കാതെ ചോദിച്ചോളൂ. എന്തിനാ നമുക്ക് വീട്? ഇവിടെ എവിടെയെങ്കിലും കിടന്നാൽ പോരെ? അണ്ണാരക്കണ്ണന് വീടുണ്ട്, പുത്തിനകത്തൊരു വീടുണ്ട്, കാക്കമ്മയ്ക്കൊരു വീടുണ്ട്, ചുള്ളികൾ കൊണ്ടൊരു വീടുണ്ട്. എലിയമ്മയ്ക്കൊരു വീടുണ്ടല്ലോ, ചെറുമാളത്തിൽ വീടുണ്ടല്ലോ, പുലിയമ്മാവിന് വീടുണ്ടല്ലോ, പുലിമടയിലൊരു വീടുണ്ടല്ലോ, കുഞ്ഞനുറുമ്പിന് വീടുണ്ടല്ലോ, ഇലകൾ കൊണ്ടൊരു വീടുണ്ടല്ലോ, ചിലന്തി മാമന് വീടുണ്ടല്ലോ, നൂലാമേക്കൊരു വീടുണ്ടല്ലോ. കൂട്ടുകാരെ, പ്രശ്നങ്ങൾ വരുമ്പോൾ നാം ഒരിക്കലും നിരാശപ്പെടരുത്. ആ സമയത്താണ് നാം കൂടുതൽ ബുദ്ധി ഉപയോഗിക്കേണ്ടത്. അതെങ്ങനെയാ ബുദ്ധി ഉപയോഗിക്കേണ്ടത്? മണ്ടി, അത് നിനക്കറിയില്ലേ? കുഞ്ചു, ബുദ്ധി ഉപയോഗിക്കുന്നത് എങ്ങനെയെന്ന് പറയാമോ? ഞങ്ങളൊന്ന് കേൾക്കട്ടെ. പിന്നെന്താ, ബുദ്ധി ഉപയോഗിക്കുന്നത് എങ്ങനെയെന്ന് അറിയാനായി ഞാനൊരു കഥ പറയാം. ഒരു കാക്കച്ചി പെണ്ണിന്റെ കഥ. കുസൃതി 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 കുട്ടി. എന്നിട്ട് ആമയോട് അതിൽ കടിച്ചു തൂങ്ങി കിടക്കാൻ പറഞ്ഞു. ആമ അത് അനുസരിക്കുകയും ചെയ്തു. കൊക്കുകൾ കമ്പിന്റെ രണ്ടു വശവും കൊത്തിപ്പിടിച്ച് ആമയെയും കൊണ്ട് പറന്നുയർന്നു. ഒരു മൈതാനത്തിനു മുകളിലൂടെയായിരുന്നു അവർ പറന്നുപോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ മൈതാനത്തിൽ കളിച്ചുകൊണ്ടിരുന്ന ആമയുടെ കൂട്ടുകാർ ഈ അത്ഭുത കാഴ്ച കണ്ട് അമ്പരന്നു നിന്നു. കൂകും കുയിലമ്മ, കുന്നിൻ മുകളിൽ കുയിലമ്മ, നിനക്ക് പൂച്ചയെ പേടിയാണോ? എനിക്കോ? ആര് പറഞ്ഞു? എനിക്കറിയാം. തത്തമ്മ പൂച്ച പൂച്ച, തത്തമ്മ പൂച്ച പൂച്ച, തത്തമ്മ പൂച്ച പൂച്ച പൂച്ച. തത്തേ മുത്തേ തത്തമ്മേ. കുസൃതി 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 കുട്ടി. കുറുക്കന്റെ മനസ്സിൽ ഒടുവിൽ അവനൊരു സൂത്രം തോന്നി. അവൻ കാക്കയോട് ഇപ്രകാരം പറഞ്ഞു. അല്ല, ഇതാര്? കാക്കയനിയനോ? എത്ര നാളായി ഒന്ന് കണ്ടിട്ട്. കണ്ടില്ലെങ്കിലും സാരമില്ല. ഇടയ്ക്കിടയ്ക്ക് അനിയന്റെ സംഗീത സാന്ദ്രമായ പാട്ടൊന്നും കേട്ടില്ലെങ്കിൽ എനിക്കൊരു സുഖവും ഇല്ല. കുയിലിന്റെ പാട്ട് പോലും നിന്റെ പാട്ടിന്റെ അഞ്ചയലത്ത് വരില്ല. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഞങ്ങളുടെ കഥകളും പാട്ടുകളും ഇഷ്ടപ്പെട്ടുവല്ലോ. ഇനിയും ഇതുപോലുള്ള നല്ല കഥകളും പാട്ടുകളുമായി ഞാനും എന്റെ കൂട്ടുകാരും നിങ്ങളെ തേടി വരും. കുസൃതി 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 കുട്ടി.